Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. Unity Center for Medical Education, Kanyanad. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കണ്ണപുരം കീഴറയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ആശങ്ക ഇനിയും മാറിയിട്ടില്ല. സ്ഫോടനത്തിൽ കേടുപാടുകൾ സംഭവിച്ച സമീപത്തെ വീടുകൾക്ക് ആര് നഷ്ടപരിഹാരം നൽകുമെന്നതും സ്ഫോടനം നടന്ന വീട്ടിലുണ്ടായിരുന്ന രണ്ടാമൻ എവിടെയെന്നതും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഓഗസ്റ്റ് 30 ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിൽ ഉഗ്രസ്ഫോടനമുണ്ടായത്. വീട് പൂർണ്ണമായും തകർന്നു. ഒപ്പം സമീപത്തെ നിരവധി വീടുകൾക്കും വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായത്. തുടർന്ന് രാഷ്ട്രീയ കക്ഷികൾ ആരോപണ പ്രഖ്യാപനങ്ങളുമായി രംഗത്തെത്തുകയും ചർച്ചകൾ കൊഴുക്കുകയും ഒടുവിൽ അനൂപ് മാലിക്കിനെ പിടികൂടിയതോടെ രംഗം അല്പം ശാന്തമാവുകയും ചെയ്തു. പക്ഷേ സ്ഫോടനത്തിന്റെ ആഘാതം നേരിട്ട കീഴറയിലെ സാധാരണക്കാരായ വീട്ടുകാരുടെ ആശങ്ക ഇനിയും ഒഴിഞ്ഞിട്ടില്ല. MLA സ്ഥലം സന്ദർശിക്കുകയും കലക്ടർ ഇടപെട്ടുകൊണ്ട് നാശനഷ്ടം നേരിട്ട വീടുകൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പറഞ്ഞിരുന്നു. ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പുകൾ ഒന്നും തന്നെ വീട്ടുകാർക്ക് ലഭിച്ചിട്ടില്ല. ആര് നഷ്ടപരിഹാരം തരും, എന്ന് തരും എന്ന ഇവരുടെ ചോദ്യത്തിന് ഇന്നും ഉത്തരമായിട്ടില്ല. നഷ്ടപരിഹാരത്തെ കുറിച്ച് ആരും ഇതുവരെ നമ്മളുമായി ബന്ധപ്പെട്ടില്ല. അത് നമ്മൾ സംസാരിച്ചിട്ടില്ല. അവിടുന്ന് നമ്മൾ വാർഡ് മെമ്പർ നമ്മളിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ലഭിക്കുന്ന പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് പൂർണ്ണമായ ഉത്തരവാദിത്വം ആരും ഇതുവരെ ഏറ്റിട്ടില്ല. ഹൗസ് ഓണറായ മാഷും ഇതുവരെ നമ്മളെ ബന്ധപ്പെട്ടില്ല. നമ്മളെ ബഹുമാനപ്പെട്ട വിജിൽ MLA ഒരു ദിവസം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കലക്ടറുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാ വീടുകൾക്കും നാശനഷ്ടം വെച്ച് തരാമെന്ന് ഒരു വാക്ക് നമുക്ക് തന്നിരുന്നു. സംഭവത്തിൽ ദുരൂഹതയുയർത്തി മറ്റൊരു ചോദ്യവും നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നു. 2 പേർ എന്നും ഉണ്ടാകാറുള്ള ഈ വീട്ടിലെ ഒരാൾ സ്ഫോടനത്തിൽ മരണപ്പെട്ടു. പ്രധാന പ്രതി അനൂപ് മാലിക്കിനെ പോലീസ് പിടികൂടി. എന്നും ഉണ്ടാകാറുള്ള ആ മൂന്നാമൻ എവിടെയാണ്? 2 ആള് നേരത്തെ ഇവർ താമസിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇതിലായിരിക്കും പരിക്ക് പറ്റിയ ആൾ ഈ കുന്നുകയറി പോയിട്ടുണ്ടോ, അല്ലെ കുന്നുമല്ലുള്ള സ്ഫോട വസ്തു സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചിട്ടില്ല. പോലീസ് വീടിന്റെ അടുക്ക വന്ന് ചുറ്റിത്തിരിഞ്ഞു പോയി എന്നല്ലാണ്ട് അതിലപ്പുറം ഒന്നും ചെയ്തിട്ടില്ല. മറ്റയാളെ കുറിച്ച് യാതൊരു വിവരവുമില്ല. പോലീസും വെളിപ്പെടുന്നില്ല, പത്രക്കാരും ദൃശ്യമാധ്യമം പത്രമാധ്യമം ഒന്നും ആ കാര്യം പറയുന്നില്ല. കേസുകളിലോ മറ്റു വാർത്തകളിലോ ഒന്നും തന്നെ ആ വ്യക്തി ആരെന്നോ എവിടെയെന്നോ ഇന്നും പ്രതിപാദിച്ചിട്ടില്ല. ഇയാൾ എവിടെയെന്നും ഇവർ ചോദിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ലഘുഭക്ഷണശാല കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിച്ചെങ്കിലും അത് ലേലം ചെയ്ത് കൊടുക്കാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നു. ഇതോടൊപ്പം ഗാന്ധി പാർക്ക് മാലിന്യ കേന്ദ്രവും സാമൂഹ്യ വിരുദ്ധരുടെ താവളവുമാവുകയാണ്. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ലഘുഭക്ഷണശാല കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിച്ചെങ്കിലും അത് ലേലം ചെയ്തു കൊടുക്കാൻ നഗരസഭ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇതിനു പിറകിൽ മാലിന്യം തള്ളുന്നത് പതിവാവുകയാണ്. പയ്യന്നൂർ മാലിന്യമുക്ത നഗരമായി മാറുമ്പോഴും ഗാന്ധി പാർക്കിൽ മദ്യക്കുപ്പികൾ ഉൾപ്പെട്ട മാലിന്യം തള്ളുന്നത് പ്രതിഷേധത്തിനിടയാക്കുകയാണ്. രാത്രിയിൽ ഈ പാർക്ക് ഇരുട്ടിലാണ്. പലരും ഈ ഇരുട്ടിൽ ഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമയ്ക്ക് മുന്നിൽ വന്നിരുന്ന് മദ്യപിക്കുന്നതായും ആരോപണമുണ്ട്. മദ്യക്കുപ്പികളും ഭക്ഷണാവശിഷ്ടങ്ങളും പുതിയ കെട്ടിടത്തിനും ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിക്കും ഇടയിലുള്ള സ്ഥലത്താണ് ഉപേക്ഷിക്കുന്നത്. റോഡിലും മറ്റും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന നഗരസഭ ചരിത്ര പ്രാധാന്യമുള്ള ഗാന്ധി പാർക്കിൽ മദ്യക്കുപ്പികൾ ഉൾപ്പെട്ട മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഗാന്ധി പാർക്കിന് നഗരസഭയുടെ രേഖയിൽ രാത്രി കാവൽക്കാരനുണ്ട്. രാത്രി 8 മണിക്ക് ഗാന്ധി പാർക്ക് പൂട്ടുകയാണ് പതിവ്. എന്നാൽ ഇപ്പോൾ പാർക്ക് 24 മണിക്കൂറും തുറന്നിടുന്നത് സാമൂഹ്യ വിരുദ്ധർക്ക് സൗകര്യമായി തീർന്നിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അധ്യാപക പുരസ്കാരം നേടിയ കരുവെള്ളൂരിലെ പ്രകാശൻ കരുവെള്ളൂരിനെ തേടിയെത്തിയത് അർഹതയ്ക്കുള്ള അംഗീകാരം. വൈജ്ഞാനിക സാഹിത്യത്തിൽ സിനിമാ ചരിത്രം കഥാരൂപത്തിലാക്കിയ സിനിമാ കഥ എന്ന ഗ്രന്ഥമാണ് അവാർഡിനെ അർഹമാക്കിയത്. സിനിമാ ചരിത്രം കഥാരൂപത്തിലെഴുതിയപ്പോൾ സിനിമാ കഥയായി.
കോട്ടിക്കുളം ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപകൻ പ്രകാശൻ കരിവള്ളൂരിന്റെ സിനിമാ കഥ എന്ന പുസ്തകത്തെ തേടിയെത്തിയത് ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാരം. ലോക സിനിമ, ഇന്ത്യൻ സിനിമ, മലയാള സിനിമ എന്നിവയെക്കുറിച്ച് വിശദമായി പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. ബാലസാഹിത്യം, നോവൽ, സിനിമാ നിരൂപണം, നാടകം എന്നീ മേഖലകളിൽ 28 പുസ്തകങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. മലയാളിയായ ഒരു അധ്യാപകനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ് മുണ്ടശ്ശേരി മാഷിന്റെ പേരിലുള്ള പുരസ്കാരം ലഭിക്കുന്നത്. കേരളീയ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ തന്നെ മുണ്ടശ്ശേരി കാലഘട്ടത്തിലെ ആ വിദ്യാഭ്യാസ ബില്ലാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ കിട്ടുന്ന ഈ അവാർഡ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന ഈ അവാർഡ് ഏറെ സന്തോഷം നൽകുന്നു. പിന്നെ കിട്ടിയത് സിനിമാ കഥ എന്ന പുസ്തകത്തിലാണ്. ദൃശ്യവും നമ്മളും, നസീറും MTയും, ഹെലികോപ്റ്റർ, ഗുണ്ടകളുടെ ലൈബ്രറി, ആറാം കുന്ന്, വെയിൽ വെള്ളം കുടിക്കുമ്പോൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനുമാണ്. ഭാര്യ K. വിനീത പയ്യന്നൂർ ചിന്മയ വിദ്യാലയം അധ്യാപികയാണ്. ജർമ്മനിയിലെ PG വിദ്യാർത്ഥി ഭഗത്, പട്ടാമ്പി സംസ്കൃത കോളേജ് വിദ്യാർത്ഥിനി മിഴി എന്നിവരാണ് മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ജില്ലാതല മിനി ഖോ ചാമ്പ്യൻഷിപ്പ് ആലക്കാട് നാരായണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മൂന്നാമത് ജില്ലാ മിനി ഖോ ചാമ്പ്യൻഷിപ്പ് ആലക്കാട് നാരായണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. സ്കൂളും കണ്ണൂർ ജില്ലാ ഖോ അസോസിയേഷൻ എന്നിവയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുറെ കാലം മാറി നിന്നിട്ടുള്ള ഗെയിം നമുക്ക് വീണ്ടും ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇതിനകത്ത് കാണുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത ഒരുപക്ഷെ ക്രിക്കറ്റ് കളിക്കുന്നത് പോലെയോ ഫുട്ബോൾ കളിക്കുന്നത് പോലെയല്ല. അത്രയൊന്നും സ്ഥലം ഈ ഖോ എന്നറിയപ്പെടുന്ന മത്സരത്തിന് വേണ്ട, അല്ലെങ്കിൽ ആ ഗെയിമിന് വേണ്ട. അപ്പോൾ ചുരുങ്ങിയ സ്ഥലത്ത് കുട്ടികൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാനും അതിൽ പങ്കെടുക്കാനും പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഇതിനകത്തുണ്ട്. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുരേഷ് ബാബു അധ്യക്ഷനായി. കണ്ണൂർ യൂണിവേഴ്സിറ്റി കായിക വിഭാഗം ഉപമേധാവി ഡോക്ടർ KV അനൂപ് മുഖ്യാതിഥിയായി. ജില്ലാ ഖോ അസോസിയേഷൻ സെക്രട്ടറി മനോജ് കുമാർ T റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രഥമാധ്യാപിക K. ജ്യോതി, വാർഡ് മെമ്പർ C. രമേശൻ, KP കണ്ണൻ, PV കുഞ്ഞിക്കണ്ണൻ, PV സംഗീത, അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മിനി ഖോ ചാമ്പ്യൻഷിപ്പ് കാളീശ്വരത്തെത്തിയത് പലർക്കും ഓർമ്മ പുതുക്കാനായി. വർഷങ്ങൾക്കിപ്പുറം കാളീശ്വരത്തെത്തിയ കുട്ടികളുടെ ഖോ ചാമ്പ്യൻഷിപ്പിൽ നിറഞ്ഞു നിന്നത് വലിയ ആവേശമാണ്. കാളീശ്വരം മാലക്കാട് നാരായണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ ഒരു കാലത്ത് ഖോ കളിക്ക് പേരുകേട്ടതായിരുന്നു. ഇന്നത്തെ പല അധ്യാപകർക്കും ഖോ കളിച്ച് ഏറെ പരിചയവുമുണ്ട് താനും. വർഷങ്ങൾക്ക് ശേഷം ഇവിടെ എത്തിയ മിനി ഖോ മത്സരം അവർക്ക് പഴയ ഓർമ്മകൾ പുതുക്കുവാനുള്ള അവസരം കൂടിയായി. കുട്ടികളിൽ മാത്രമല്ല കാണികളിലും വലിയ ആവേശമാണ് മത്സരം ഉയർത്തിയത്. നാട്ടിൻപുറങ്ങളിൽ അത്ര സുപരിചിതമല്ലാത്ത ഒരു കളിയാണിത്. എങ്കിലും 40 വർഷങ്ങൾക്ക് മുൻപ് ഈ സ്കൂളിൽ ഖോ മത്സരം കളിച്ച ഓർമ്മ പുതുക്കലാണ് തനിക്ക് ഈ ചാമ്പ്യൻഷിപ്പ് എന്ന് പ്രഥമാധ്യാപിക K. ജ്യോതി ടീച്ചർ പറയുന്നു. നല്ല ടീമുകളെ ഓരോ വർഷവും ഉണ്ടാക്കുകയും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടോ അതവിടെ നിന്നുപോയതാണ്. പിന്നീട് ഈ 40 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് നമുക്ക് ഈ വർഷം കായികാധ്യാപകനായി C. മനോജ് മാഷെ ലഭിച്ചത്. മാഷ് ഖോ ജില്ലാ അസോസിയേഷൻ്റെ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ മാഷ് വന്ന് ഇവിടെ ഖോ പ്രാക്ടീസ് ചെയ്യിക്കാൻ പറ്റിയ നല്ല സ്ഥലമുണ്ട്, കുട്ടികൾക്കും താല്പര്യമുണ്ട് എന്ന് കണ്ട് മാഷത് ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് പരിശീലനം നൽകാൻ ആരംഭിച്ചു. പിന്നീട് അത് ഇപ്പോൾ നമ്മുടെ ജില്ലാ മത്സരം ഇവിടെ നടത്താനുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെ അത് എത്തിച്ചേർന്നു. രസകരമായ ആവേശമുണർത്തിയ കളി വൈകുന്നേരം വരെ നീണ്ടുനിന്നു. ജില്ലയിൽ നിന്ന് ആൺകുട്ടികളുടെ 8 ടീമുകളും പെൺകുട്ടികളുടെ 7 ടീമുകളും മത്സരത്തിൽ പങ്കെടുത്തു. ജില്ലാ ടീമിനു വേണ്ടിയുള്ള സെലക്ഷനും നടന്നു. കോഴിക്കോട് വെച്ച് നടക്കുന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമിനെയും തെരഞ്ഞെടുത്തു. ഇത്തരത്തിലുള്ള ഒരു മത്സരം നടത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സ്കൂളിലെ കായികാധ്യാപകൻ മനോജ് കുമാർ പറഞ്ഞു. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഖോ താരങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകാൻ വേണ്ടിയിട്ട് എപ്പോൾ ഖോ അസോസിയേഷൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാ സംസ്ഥാന മത്സരങ്ങളിലും കണ്ണൂർ ജില്ലയിലെ വിവിധ കുട്ടികൾ ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ നടന്നിട്ടുള്ള അയോധ്യയിൽ വെച്ച് നടന്നിട്ടുള്ള സ്കൂൾ ദേശീയ മത്സരങ്ങളിൽ 4ഓളം കുട്ടികൾ കേരള ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കണ്ണൂരിന്റെ മിന്നും താരം വീണ സുരേന്ദ്രൻ കലാരംഗത്തെ യുവപ്രതിഭയാണ്. ക്ഷേത്രകലകളിലും ഉപകരണ സംഗീതത്തിലും ഗാനാലാപനത്തിലും നൃത്തത്തിലും എല്ലാം മികവ് തെളിയിച്ച വീണ സുരേന്ദ്രൻ എഞ്ചിനീയറിംഗ് പഠനത്തിനിടയിലും കലയെ നെഞ്ചോട് ചേർക്കുന്നു.
മാടായി വെങ്ങരയിലെ നിർമ്മാണ തൊഴിലാളിയായ സുരേന്ദ്രന്റെയും ഭാര്യ പ്രീതിയുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തങ്ങൾക്ക് പഠിക്കാൻ സാധിക്കാതെ പോയ കലാപരിശീലനം മക്കൾക്ക് പകർന്നു നൽകുക എന്നത്. അതിനുവേണ്ടി അവർ കഠിനാധ്വാനം ചെയ്തു. മകൾ വീണ സുരേന്ദ്രൻ കഥകളി, ഓട്ടംതുള്ളൽ, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള നടനം, ശാസ്ത്രീയ സംഗീതം, വീണ, നാടോടി നൃത്തം തുടങ്ങിയ മേഖലകളിൽ കഴിവ് തെളിയിച്ച് മുന്നേറുന്നു. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചെന്നൈയിൽ എംടെക് 2ാം വർഷ വിദ്യാർത്ഥിനിയായ വീണ സുരേന്ദ്രൻ കലയും വിദ്യാഭ്യാസവും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. 3ാം വയസ്സിൽ നൃത്തരംഗത്ത് ചുവടുവെച്ച വീണ സുരേന്ദ്രൻ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമായ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലും താരമായിരുന്നു. ചെറുപ്പം മുതൽ കഥകളി, ഓട്ടംതുള്ളൽ, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം, അതുപോലെ തന്നെ കർണാട്ടിക് മ്യൂസിക്, വീണ ഇതൊക്കെ പരിശീലിച്ചു വരുന്നുണ്ട്. ഒരുപാട് ഗുരുക്കന്മാരുടെ കീഴിൽ പഠിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുപ്പം മുതൽ തന്നെ കലോത്സവ വേദികളിലും പങ്കെടുക്കാറുണ്ടായിരുന്നു. കലോത്സവം, കേരളോത്സവം എല്ലാത്തിലും പങ്കെടുക്കാറുണ്ടായിരുന്നു. ഇവരുടെ സഹോദരി വൃന്ദ സുരേന്ദ്രനും കലാരംഗത്ത് കഴിവ് തെളിയിച്ചിരുന്നു. ഖത്തറിൽ ജോലി ചെയ്യുന്ന വൃന്ദയും ഭർത്താവ് നിതിനും കലാരംഗത്ത് സജീവമാണ്. മക്കളെ കലാരംഗത്ത് കേരളത്തിലെ പ്രഗത്ഭരായ ഗുരുനാഥന്മാരുടെ കീഴിൽ കലാപഠനം സാധ്യമാക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷവാനാണ് വെങ്ങരയിലെ സുരേന്ദ്രനും ഭാര്യയും. അവിടെ അവരെ ബൈക്ക് കുട്ടികൾ കഴിഞ്ഞിട്ട് വേറൊരു ലോകം എനിക്കില്ല. അവർക്ക് വേണ്ടിയിട്ട് എത്ര ദിവസം വേണമെങ്കിലും ഞാൻ ഓടും. ആലപ്പുഴ കലോത്സവം നടക്കുന്ന സമയത്ത് ഒരേ ദിവസമായിരുന്നു വീണാവാദനവും സംഘനൃത്തവും. അപ്പോൾ രണ്ടിനും പങ്കെടുപ്പിക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടി. അപ്പോൾ വേറൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ കലോത്സവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ഗുരുക്കന്മാരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റി. പല മേഖലയിലെ ഗുരുക്കന്മാരെ ഇന്നും ബന്ധം പുലർത്തുന്നുണ്ട്. അത് നമ്മളൊരു കല, ഒരു കുടുംബമായതുകൊണ്ട് അവരിന്നും വിളിക്കും. പാലക്കാടായാലും തിരുവനന്തപുരമായാലും കൊയിലാണ്ടിയിലെ ഓട്ടംതുള്ളൽ ആശാനായാലും എല്ലാവരും നമ്മളായിട്ട് ഇന്നും ബന്ധപ്പെടുന്നുണ്ട്. എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷം കലാരംഗത്ത് സജീവമായി ഇടപെടണം. നല്ല അവസരങ്ങൾ ലഭിച്ചാൽ വെള്ളിത്തിരയിലും ശോഭിക്കണമെന്ന ആഗ്രഹം വീണ സുരേന്ദ്രൻ പങ്കുവെക്കുന്നു. നികേഷ് താവും, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ ടൗണിൽ നിന്നും കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായി പയ്യന്നൂരിലെ ഓട്ടോ തൊഴിലാളിയും CITU പ്രവർത്തകനുമായ K മുസ്തഫ. നെറ്റ്വർക്ക് ചാനലിലൂടെ നൽകിയ അറിയിപ്പിന്റെ ഭാഗമായാണ് സ്വർണ്ണാഭരണം ഉടമയ്ക്ക് തിരികെ ലഭിച്ചത്. തിങ്കളാഴ്ചയാണ് പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോറിന് സമീപം മെയിൻ റോഡിൽ വെച്ച് ഓട്ടോ തൊഴിലാളിയായ മുസ്തഫയ്ക്ക് കൈചെയിൻ കളഞ്ഞു കിട്ടിയത്. തുടർന്ന് ഈ വിവരം പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിൽ അറിയിപ്പ് നൽകുകയും ചെയ്തു. അറിയിപ്പ് കണ്ട കൈചെയിനിന്റെ ഉടമയായ ഏറ്റുകുടുക്കയിലെ T അഖില മുസ്തഫയുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് ചൊവ്വാഴ്ച ഉച്ചയോടെ പയ്യന്നൂരിലെ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ ആഭരണം അഖിലയ്ക്ക് കൈമാറുകയുമായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജീവിത സായാഹ്നത്തിൽ വൈകുന്നേരങ്ങളിൽ കരിവെള്ളൂരിൽ ഒത്തുകൂടുകയാണ് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ ജോലി ചെയ്തവർ. ദേശീയപാത വികസനത്തിനു മുമ്പ് ഇവിടെ ഒത്തുചേർന്നിരുന്ന ഇവർക്ക് പുതിയ പാതയുടെ വരവോടെ നഷ്ടമായത് പ്രകൃതിയോടിണങ്ങിയ തണലിടമാണ്. കരിവള്ളൂർ ബസാറിൽ തണൽ വിരിച്ചു നിന്നിരുന്ന പാതയോരങ്ങൾ ഇന്നില്ല. പക്ഷേ ജീവിത സായാഹ്നത്തിൽ സൗഹൃദ തണൽ വിട്ടുകളയാതെ സൂക്ഷിക്കുകയാണ് ഈ കൂട്ടുകാർ. ദേശീയപാത വികസനത്തിനു വേണ്ടി ഇവിടെയുണ്ടായിരുന്ന മരങ്ങൾ മുറിച്ചു നീക്കിയപ്പോൾ അതോടൊപ്പം ഇവരുടെ ഇരിപ്പിടങ്ങളും പോയി. വിരമിച്ച അധ്യാപകർ, ബാങ്ക് ജീവനക്കാർ, നെയ്ത്ത്, ബീഡി തൊഴിലാളികൾ തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്തിരുന്നവർ, അങ്ങനെ എല്ലാ മേഖലയിലുമുള്ള ജീവിത സായന്തനത്തിലെത്തിയവർ ഇവരുടെ വൈകുന്നേരങ്ങൾ ചിലവഴിച്ചിരുന്നതും വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നതും ഈ സങ്കേതത്തിലായിരുന്നു. തണൽ വിരിച്ചു നിൽക്കുന്ന ഇവരുടെ കൂട്ടായ്മയുടെ പ്രതീകം തന്നെയായിരുന്നു ഒരു കാലത്ത് ഇവിടെ പടർന്ന് പന്തലിച്ച് നിന്നിരുന്ന മരങ്ങളും അതിന്റെ തണലും. TTV കുഞ്ഞികൃഷ്ണൻ, KV ബാലൻ, T ബാലൻ തുടങ്ങിയവരാണ് ഒത്തുചേരലിന്റെ അമരക്കാർ. വയോജനങ്ങളുടെ ഒരു സംഗമം ഇപ്പോൾ നടക്കുന്നു. കാരണം മറ്റ് നാഷണൽ ഹൈവേന്റെ റോഡ് വന്നതുകൊണ്ട് ആർക്കും സംസാരിക്കാൻ അതുകൊണ്ട് വലിയ സ്ഥലത്ത്
കൂട്ടമായി ഇരുന്നിട്ട് നാട്ടുകാര്യങ്ങളും മറ്റൊക്കെ സംസാരിച്ചിരിക്കാൻ നേരെ പണം കൊടുത്തത്. രാഷ്ട്രീയം മുതൽ വീട്ടുവിശേഷം വരെയുള്ള വിഷയങ്ങളെല്ലാം ഇവർ ചർച്ച ചെയ്യും. ഈ ഒത്തുചേരൽ മാനസിക പിരിമുറുക്കങ്ങളും ഒറ്റപ്പെടലുകളും കുറയ്ക്കുമെന്നും ഇവർ പറയുന്നു. നമ്മുടെ നാട്ടിടങ്ങളിൽ അപൂർവമായിക്കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരങ്ങളിലെ ഇത്തരം ഒത്തുചേരലുകൾ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അതുല്യ ഭാഗവത യജ്ഞമഹാചാര്യനും യോഗീശ്വരനുമായ സ്വാമി ഉദിത് ചൈതന്യ മാടായി തിരുവർക്കാട്ട് ക്ഷേത്രത്തിൽ ആധ്യാത്മിക പ്രഭാഷണം നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം ഇളയിടത്ത് ഈശാന നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ബാലികമാരുടെ താലപ്പൊലിയോടുകൂടി ക്ഷേത്രം സേവാസമിതി ഭാരവാഹികളും ഭക്തജനങ്ങളും ചേർന്ന സ്വാമി ഉദിത് ചൈതന്യെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. ക്ഷേത്ര ദർശനത്തിനു ശേഷം ആധ്യാത്മിക പ്രഭാഷണം നടന്നു. മറ്റുള്ളവരുടെ കഴിവിനെ നോക്കി അസൂയപ്പെടുന്നതിന് പകരം സ്വയം കഴിവുകൾ കണ്ടെത്തണം. വിദ്യാഭ്യാസം എന്നത് കേവലം പുസ്തകങ്ങളിലൂടെയുള്ള പഠനമല്ലെന്നും സ്വാമി ഉദിത് ചൈതന്യ പറഞ്ഞു. ടെക്നോളജിയിൽ നിന്ന് ടെക്നോളജിയിലേക്ക് ലോകം മുന്നേറിക്കൊണ്ടിരിക്കും ആണോ? ഇപ്പൊ നമുക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് ആരോഗ്യവും മനസ്സിന് കഴിവും മനസ്സിന് ശക്തിയും നേടിക്കൊടുക്കാൻ സാധിക്കുന്ന അത്ഭുതകരമായ സാധനം ഭാരതത്തിന്റെ കയ്യിലാണുള്ളത്. പക്ഷേ സോ അൺഫോർച്ചുനേറ്റ്, നമ്മൾ പാവ കുട്ടികളെ ക്ഷേത്രങ്ങളിൽ തൊഴുതു കൊണ്ടുപോവുകയാണ്. കുട്ടികൾക്കറിയില്ല എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം ഇലയിടത്ത് ഈശാനൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം മാനേജർ എൻ നാരായണൻ, ക്ഷേത്ര നവീകരണ സമിതി പ്രസിഡന്റ് ടി വി ഹരീന്ദ്രൻ, ജനറൽ സെക്രട്ടറി കെ വി ബൈജു, എ രാഗേഷ്, എം കൃഷ്ണദാസ്, ശങ്കരനാരായണൻ തളിപ്പറമ്പ്, പി വി ഉണ്ണികൃഷ്ണൻ, ടി വി നമ്പ്യാത്തൻ, കൃഷ്ണപിടാരർ, എം വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് PMAY പദ്ധതികളിൽ പുതുതായി പൂർത്തീകരിച്ച ഭവനങ്ങളുടെ താക്കോൽദാനവും കുടുംബസംഗമവും തൃക്കരിപ്പൂർ CH ടൗൺ ഹാളിൽ നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BB ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 2024-25 വർഷത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ പൂർത്തീകരിച്ച 62 വീടുകളുടെ താക്കോൽദാനവും ഗുണഭോക്താക്കളുടെ സംഗമവും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BB ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഭവന പദ്ധതി ഉൾപ്പെടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടൽ ശ്ലാഘനീയമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ഒരു വർഷം 10-12 കോടിയോളം രൂപയാണ് ഭവന പദ്ധതിക്ക് മാത്രം നീക്കിവെക്കുന്നത്. അത് ജനറൽ ഭാഗത്തിൽ, അത് PMAY, അതേപോലെ തന്നെ ലൈഫ് ജനറൽ അടക്കമുള്ള പദ്ധതികൾക്കാണ്. അതുകൂടാതെ SC/ST മേഖലയിലും അതേപോലെ തന്നെ 2-3 കോടിയോളം രൂപ SC/ST മേഖലയിലും ഭവന പദ്ധതിക്കായി നീക്കിവെക്കുന്നുണ്ട്. അങ്ങനെ ഒരു 15 കോടിയോളം രൂപയാണ് ഒരു വർഷം നമ്മൾ ചെലവഴിക്കുന്നത്. CH ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷത വഹിച്ചു. ലൈഫ് മിഷൻ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ M വത്സൻ പദ്ധതി വിശദീകരണം നടത്തി. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്കും മഹയൂബ വേസ്റ്റ് മാനേജ്മെന്റും ഗുണഭോക്താക്കൾക്കായി അനുവദിച്ച ഗൃഹോപകരണങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഏറ്റുവാങ്ങി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ ക്ഷണിതാവായി പങ്കെടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C ചന്ദ്രമതി, പഞ്ചായത്ത് അംഗങ്ങളായ M രജീഷ് ബാബു, KV കാർത്തിയായനി, E ശശിധരൻ, ഫായിസ് ബീരിച്ചേരി, പഞ്ചായത്ത് സെക്രട്ടറി CA സിബി ജോർജ്, VEOമാരായ രജിഷ കൃഷ്ണൻ, SK പ്രവീൺ, തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് VV വിജയൻ, മാനേജിംഗ് ഡയറക്ടർ C സേതുമാധവൻ, വൈസ് പ്രസിഡന്റ് LK യൂസഫ്, മഹ്യൂബ വേസ്റ്റ് മാനേജ്മെന്റ് പ്രതിനിധി M അസ്രുദ്ദീൻ, കുടുംബശ്രീ CDS അധ്യക്ഷ M മാലതി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനുമായി സംവദിച്ച് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AP സ്കൂൾ വിദ്യാർത്ഥികൾ. ഗ്ലോബൽ യങ് റിസർച്ച് അക്കാദമി സെക്രട്ടറിയും പ്രമുഖ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ വിപിൻ T വസുദേവുമായാണ് കുട്ടികൾ സംവദിച്ചത്. കുട്ടികളിൽ ഗവേഷണ പാടവവും അന്വേഷണപരതയും വളർത്തുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന ജൈറ കഴിഞ്ഞ 2 വർഷമായി സെന്റ് പോൾസ് സ്കൂളിൽ സജീവമാണ്. ലോകത്തെമ്പാടുമുള്ള സർവകലാശാലകളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരുടെ സന്നദ്ധ സംഘടനയാണ് ഗ്ലോബൽ യങ് റിസർച്ചേഴ്സ് അക്കാദമി ജൈറ. വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശങ്ങളും നൽകി വരുന്നുണ്ട്. ഓൺലൈൻ ക്ലാസുകളിൽ ലോകത്തിലെ തന്നെ മികച്ച യൂണിവേഴ്സിറ്റിയായ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞനാണ് വിപിൻ ദേവ് വസുദേവ്.
സ്കൂളിലെത്തി അദ്ദേഹത്തെ അധ്യാപകരും രക്ഷാകർതൃ സമിതിയും സ്വീകരിച്ചു. തുടർന്ന് കുട്ടികളുമായി വിപിൻ ദേവ് വസുദേവ് സംവദിച്ചു. ചെറുപ്പം മുതൽ ശാസ്ത്രീയ ചിന്ത വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ മേഖലയിൽ എത്തിയതിനെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾ ചോദിച്ചറിഞ്ഞു. ചടങ്ങിൽ PTA പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രഥമാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്, സി നിഷ, KP ഷിജിന, വിദ്യാർത്ഥികളായ ഉണ്ണി മാധവ്, A അഫ്രീദ്, UK അലോക് എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ അധ്യാപകൻ നവീൻ നാരായണനും വിദ്യാർത്ഥി അഭയദേവും വരച്ച ഡോക്ടർ വിപിൻ ദേവ് വസുദേവിന്റെ ചിത്രം ചടങ്ങിൽ കൈമാറി. തുടർന്ന് സ്കൂളിൽ പ്രവർത്തിക്കുന്ന ജൈറ റിസർച്ച് ടീമുമായി വിപിൻ ദേവ് വസുദേവ് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാത്തിൽ വ്യാപാരി വ്യവസായി സമിതിയുടെ ഓണാഘോഷത്തിന് മുന്നോടിയായി ഘോഷയാത്ര നടന്നു. ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. വ്യാപാരി വ്യവസായി സമിതി മാത്തിൽ യൂണിറ്റ് നടത്തുന്ന ഓണാഘോഷം ആർപ്പോറയ്ക്ക് മുന്നോടിയായി മാത്തിൽ ടൗണിൽ വിളംബര ഘോഷയാത്രയായി ബൈക്ക് റാലി സംഘടിപ്പിച്ചു. സമിതി യൂണിറ്റ് പ്രസിഡന്റ് KE വിനോദ് കുമാർ, പ്രോഗ്രാം കൺവീനർ അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. സമിതി യൂണിറ്റ് സെക്രട്ടറി A അനിൽകുമാർ, ഏരിയ പ്രസിഡന്റ് K കബീർ, ഹസീന കബീർ, ലിൻസി, ഷീജ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കണ്ണപുരം കയറ്റിൽ സുകന്യ സ്വാശ്രയ സംഘം സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി കണ്ണപുരത്ത് നടന്നു. DCC ജനറൽ സെക്രട്ടറി രഘുരാമൻ കീഴറ ഉദ്ഘാടനം ചെയ്തു. കയറ്റിൽ സുകന്യ സ്വാശ്രയ സംഘം ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഇവരുടെ പ്രവർത്തനങ്ങൾ ഓരോന്നിടത്ത് നോക്കിയാലും നാടിന്റെ സമഗ്രമായ വികസനത്തിൽ, അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അംഗീകാരം കിട്ടിയാൽ അവർക്ക് അനുമോദനം കൊടുക്കാനും മൊമെന്റോ കൊടുക്കാനും അവരെ ചേർത്ത് പിടിക്കാനും അവരെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്ന ഒരു സംഘമാണ് നമ്മുടെ സുകന്യ സ്വാശ്രയ. K ലളിതാംബിക അധ്യക്ഷത വഹിച്ചു. റീന സ്റ്റീഫൻ, ഗോപാലൻ PV, വിലാസിനി M, സജിത TP, രാജേഷ് ബാലൻ, ബീന T, അനിത, രേഷ്മ, റെൻസോ, സന്തോഷ് K, ബീന, ജെസി, മറിയക്കുട്ടി, അനീഷ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.